അസ്സലാമു അലൈക്കും. നമസ്കാരം. ഞാനീ പോകുന്നത് സൗദിയിലെ പ്രവാസികളുടെ പ്രധാനപ്പെട്ട കാര്യം കേട്ടോ. കുറച്ചായിട്ടിപ്പോൾ വല്ലാതെ ഹാക്കർമാർ ഇറങ്ങിയിട്ടുണ്ട്. വാട്സപ്പ് ഹാക്ക്, ഫേസ്ബുക്ക് ഹാക്കായിട്ട്. പല ആൾക്കാരും അനുഭവമുണ്ട്. എൻ്റെ 2 പ്രാവശ്യം വാട്സപ്പ് ഹാക്ക് ചെയ്തു, ഫേസ്ബുക്ക് ഹാക്ക് ചെയ്തു. ടെക്സ്റ്റ് മെസ്സേജിലേക്ക് ഇങ്ങനെ മെസ്സേജ് വരിക. ഇപ്പോൾ ദിവസവും OTP ആയിട്ടും ബാങ്ക് രാജിൽ നിന്ന് എന്ന് പറഞ്ഞിട്ട് പല തരത്തിൽ. എൻ്റെ സ്പോൺസർഷിപ്പിലുള്ള ഒരു ഈജിപ്ഷ്യന് 2 ദിവസം മുമ്പ് അവൻ്റെ വാട്സപ്പ് ഹാക്ക് ചെയ്തു. അങ്ങനെ ഞങ്ങളെല്ലാവർക്കും അവൻ്റെ വാട്സപ്പിൽ നിന്ന് മെസ്സേജ് വന്നു, കാശ് വേണമെന്ന് പറഞ്ഞിട്ട്. അതിനകത്ത് ഇന്നലെ പോയിട്ട് ബ്ലോക്ക് ചെയ്തു. അങ്ങനെ പല തരത്തിലും മെസ്സേജ് വരുന്നുണ്ട്. എനിക്ക് പറയാം, നിങ്ങൾക്കൊക്കെ ടെക്സ്റ്റ് മെസ്സേജിലേക്ക് മെസ്സേജ് വരും. ബാങ്കിൽ നിന്നാണ്, അവിടെ നിന്നാണ്, ഇവിടെ നിന്നാണ്. ചിലപ്പോൾ കോൾ ചെയ്യും, OTP വയ്ക്കും, ബാങ്കിൻ്റെ അപ്ഡേഷൻ ചെയ്യാനാണ്, പിന്നെ കമൻ്റേതാണ്, അതാണ്, ഇതാണ് എന്നിട്ട് പല തരത്തിൽ. നിങ്ങളതൊന്നും മൈൻഡ് ചെയ്യേണ്ട. നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യത്തിനല്ലാത്ത ഒരു മെസ്സേജുകളും നിങ്ങൾ നോക്കണ്ട. നിങ്ങളെ കമ്പനിയിൽ നിന്നാണെങ്കിൽ കമ്പനിയിൽ നിന്ന് ഡയറക്റ്റ് വിളിക്കും. അല്ലാതെ നിങ്ങൾ ആര് ചോദിച്ചാലും OTP പറഞ്ഞു കൊടുക്കണ്ട. പല തരത്തിലും വരും. നിങ്ങൾ ചതിയിൽപ്പെടേണ്ട. ഒരുപാട് ആൾക്കാർ ഇപ്പോഴും കുടുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് കാശ് കൊടുക്കാനും പർച്ചേസായിട്ട് അവൻ്റെ പേരിൽ കേസ് വന്നതായിട്ടൊക്കെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ടെക്സ്റ്റ് മെസ്സേജിലേക്ക് വരുന്ന ഒരു മെസ്സേജ് നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടില്ലാത്ത കാര്യത്തിൽ നിങ്ങൾ ഓപ്പൺ ആക്കണ്ട. നിങ്ങളെ ജോലി സംബന്ധമായ കാര്യമാണെങ്കിൽ നിങ്ങൾ കമ്പനിയിൽ നിന്ന് വിളിക്കും. അല്ലാത്തതൊന്നും നിങ്ങൾ ഓപ്പൺ ആക്കണ്ട. അതൊന്നും നിങ്ങൾ ഡിലീറ്റ് ആക്കുക. അതുകൊണ്ട് മറക്കണ്ട, ഒരാളൊരു ചതിയിൽ പെടരുത്. പലതരത്തിലുള്ള ഹാക്കർമാരുണ്ട്, മറക്കണ്ട. എന്ത് സംശയം കൊടുക്കാം. അസ്സലാമു അലൈക്കും.